എല്ലാവർക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മക്കളെയൊക്കെ കോഴിമക്കളെയും താറാമക്കളെയും ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ താറാവ് വളർത്തലുമായിട്ട് റിലേറ്റഡ് ആണ്. താറാവുകളിൽ ഞാനിവിടെ വളർത്തുന്നത് ഒന്ന് നമ്മുടെ മണിത്താറാവാണ് കേട്ടോ. മണിത്താറാവും പിന്നെ നമ്മുടെ സദാ കുട്ടനാടൻ ചാര ചെമ്മല്ലി താറാവുമാണ് ഇവിടെ വളർത്തുന്നത്. എങ്ങനെയൊക്കെ വളർത്തിയാൽ നമുക്ക് താറാവ് കൃഷി ലാഭകരമായി കൊണ്ടുപോകാം എന്നതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ താറാവ് മക്കൾ കേട്ടോ. ഇവർക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് വയലോ കാര്യങ്ങളോ കുളങ്ങളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. അതൊരു പറമ്പാണ്, അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ ഒരു പറമ്പാണ്. ഞാൻ ഇവിടെയാണ് ഇവരെ വിട്ടേക്കുന്നത്. ഡേ ടൈം ഫുള്ള് അവർ ഇതിൻ്റെ അകത്തായിരിക്കും. നൈറ്റിൽ അവർക്ക് കൂട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്, കൂട്ടിലിരിക്കും. പിന്നെ ഒരു ചെറിയ കുളവും ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താറാവ് കുട്ടനാടൻ താറാവും മണിത്താറാവും കൂടെ എനിക്ക് 100 എണ്ണം അടുപ്പിച്ചുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ താറാവും കോഴിയും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ എളുപ്പം താറാവിനെ വളർത്തുന്നതാണ്. യാതൊരു ശല്യവുമില്ല, കൊത്തുകൂടലുമില്ല, ബഹളവുമില്ല, ഒന്നുമില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ മാത്രം ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നാമതായിട്ട് അതിൻ്റെ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ. ഫുഡ് നമ്മൾ തോന്നുന്ന പോലെ, ഇപ്പം ചിലരുണ്ട് എന്നാ പറയുന്നത്, നമ്മൾക്ക് ഈ വരവ് ചിലവൊന്നും നോക്കാതെ ഒരു ഹോബി ആയിട്ട് താറാവിനെയും കോഴിയൊക്കെ വളർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതിന് റെഡിമെയ്ഡ് ഫുഡ് കിട്ടും, അങ്ങനെച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. തീറ്റ കൊടുക്കുക, അത് മുട്ടയിടുക, നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. പക്ഷെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇതിനെയൊക്കെ വളർത്തി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗമാക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീറ്റ കൊടുത്ത് റെഡിമെയ്ഡ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ഇതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു വരുമാനം കിട്ടാൻ പോകുന്നില്ല, മറിച്ച് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഞാനിവിടെ താറാവിനെ വളർത്തുന്ന വെച്ചാൽ അതിന് ഫുഡ് വാങ്ങിക്കാറുണ്ട്. ഫുഡ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. താറാവിന് നമ്മൾ കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ എസ്കേമിൻ്റെ പില്ലറ്റായിട്ട് കിട്ടും. താറാവിൻ്റെ ലെയർ പില്ലറ്റ് കിട്ടും, അതാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന് തന്നെ ചാക്ക് ഒരു 50 കിലോ ചാക്ക് ഉണ്ടെങ്കിൽ അതിന് 10,650 700 രൂപ 1,700 രൂപ റേഞ്ചിൽ റേറ്റ് ആവുന്നതാണ് ഒരു ചാക്ക് തീറ്റയ്ക്ക്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്ത് വളർത്തുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള വരവ് കിട്ടത്തില്ല. മുട്ട കൊടുത്താൽ ഒക്കെ അത് ഒരേ റേഞ്ചിൽ നിൽക്കും, നമുക്കൊരിക്കലും ഒരു ലാഭം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ഇതിനെ അഴിച്ചു വിടാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ താറാവിനെ വളർത്തി നമുക്ക് ഇച്ചിരി ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം അടച്ചിട്ട് വളർത്തിയാൽ, ഇച്ചിരി സ്ഥലത്തിട്ട് വളർത്തുവാണെങ്കിൽ അത് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് പോയി പറമ്പിലൊന്ന് പോയി ചകിഞ്ഞ് തിന്നാനോ എടുക്കാനോ ഒന്നും അതിന് പറ്റത്തില്ല. കൂടുതലും താറാവ്, ഇവിടുത്തെ എൻ്റെ താറാവ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എന്ന് വെച്ചാൽ പുല്ല്, പോച്ചയുണ്ടല്ലോ, പോച്ചയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം. ഈ പറമ്പ് കണ്ടാൽ അറിയാം, മുറ്റം പോലെ നടക്കുന്നത് ഒരൊറ്റ പോച്ചയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്ന് വാഴയില ആയാലും അല്ലാതെ ആടിന് കൊടുക്കുന്ന പുല്ല്, എന്താ പറയുന്നത്, അതിൻ്റെ പറയുന്നത് എന്തുവാ, ഇലകളുണ്ട്, എല്ലാ ഇലകളും, ചേമ്പല ആയാലും അതുപോലെ വാഴയില ആയാലും ചണ്ണയായാലും എല്ലാ ഇല ഇത് തിന്നും. അപ്പം ഏറ്റവും കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇലകളാണ്. പിന്നെ വാഴപ്പിണ്ടി, അപ്പോൾ വാഴയൊക്കെ വിട്ട് വാഴത്തോട്ടമുള്ളവരാണെങ്കിൽ വാഴ വെട്ടിക്കഴിഞ്ഞാൽ പിണ്ടി വേസ്റ്റാണ്. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകാനില്ല, ഒന്നെങ്കിൽ അരിഞ്ഞു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് ഭക്ഷിച്ചോളും. അങ്ങനെയൊക്കെ നമ്മൾ തീറ്റ ചെലവ് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. അതിൻ്റെ കൂടെ രാവിലെ 2 നേരം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. അത് തവിട് മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യം, തവിടും അതിൻ്റെ കൂടെ ഈ ലെയർ പില്ലറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് 2 നേരം ഫുഡ് കൊടുക്കുന്നത്. രാവിലെ അഴിച്ചു വിടുമ്പോൾ കുറച്ച് കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കൊടുക്കും. പിന്നെ അവരെ ഇങ്ങനെ എന്താ പറയുക, കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് സന്ധ്യയാകുമ്പോൾ കൂട്ടിക്കയറുകയും ചെയ്തോളും. പിന്നെ കുളം, ഒരു ചെറിയ ടാർപോളിനൊക്കെ ഇട്ടൊരു കുളമോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് താറാവിനെ വളർത്തിക്കൊണ്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കോൺക്രീറ്റ് കുളമൊക്കെ സെറ്റാക്കുവാണെങ്കിൽ അവരോട് ഹാപ്പിയാണ്, കുളിയൊക്കെ ആയിട്ട് നടന്നോളും, വേറെ ഒരു ശല്യവും ഇല്ല. എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ താറാവിനെ വളർത്തത് എത്ര നാൾ മുട്ടയിടും അങ്ങനെയുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ആദ്യം ഒരു മുട്ടയിട്ട് നല്ല ക്വാണ്ടിറ്റി മുട്ട ഇട്ടിട്ട് അത് നിർത്തി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ വിറ്റ് കളഞ്ഞു കേട്ടോ. താറാവിനെ നമ്മൾ കൊടുത്തു കളഞ്ഞു. അപ്പോൾ പിന്നെയാണ് ഇതിനെപ്പറ്റി മനസ്സിലായത്. ഇതിപ്പോൾ ഒരു 2-3 സെക്ഷനായി ഇപ്പോൾ താറാവ് വളർത്തി. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരു ഐഡിയ വന്നു തുടങ്ങിയത്. ഇത് ഒരു തവണയല്ല, അത് മുട്ടയിട്ട് ചെറിയ ഗ്യാപ്പ് ഇടും. അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത മുട്ട ഇടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, തീറ്റ കൊടുക്കണം. അതൊക്കെ പിന്നെയാണ് മനസ്സിലായത്. ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു 2-3 വർഷം വരെ നല്ല രീതിയിൽ, 2-2.5 വർഷം വരെ നല്ല രീതിയിൽ മുട്ട കിട്ടും. പിന്നെ അതിൻ്റെ മുട്ട ഉൽപ്പാദനം കുറയും കേട്ടോ. അപ്പോഴത്തേനും നമ്മളിതിനെ ക്ലിയർ ചെയ്യുകയാണ്. പിന്നെ മുട്ട ഇടും, പക്ഷേ അത് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുമ്പോഴത്തേനും നമുക്ക് പിന്നെ അത് നഷ്ടമായിട്ട് വരും. കാരണം നമുക്ക് മുട്ടയുടെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ താറാവിനും കോഴിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് BSFൻ്റെ ലാർവ. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. BSFൻ്റെ ലാർവ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ എണ്ണവും കൂടും, നമുക്ക് ഒത്തിരി ചിലവും കുറവായിരിക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വിശപ്പും പിന്നെ കുറയും കേട്ടോ. കാരണം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് സംഭവം. അത് കഴിക്കുമ്പം പിന്നെ അവർ ഓടുകടപ്പം കുറയും. പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് കണ്ണുടച്ചിരുന്ന് ഉറക്കമായിരിക്കും പരിപാടി.
കണ്ടില്ലേ, പരിസരബോധമില്ലാതെ ഇരുന്ന് ഉറങ്ങുന്നത്. ചിലപ്പം തട്ടിയാലേ എണീറ്റ് പോകത്തുള്ളൂ, അത്ര ഉറക്കമായിരിക്കും. വയറ് നിറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളൂ, എവിടെയെങ്കിലും പോയിരുന്നങ്ങ് ഉറങ്ങുമോ, അങ്ങനെ അവരുടെ കാര്യം നോക്കി നടന്നോളും. പിന്നെ ഒരു പ്രശ്നം, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, തൊളികുത്തലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇപ്പോൾ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടക്കുവാണെങ്കിൽ അവിടെ ഈ ചുണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞവർ ചോദിച്ച് അവിടെ തൊളി ഉണ്ടാക്കി വെക്കുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്. ഇവിടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡിലൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇറങ്ങാൻ. കാരണം ഒന്നും അറിയാതെ ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ. നമുക്ക് ഓരോന്ന് കിട്ടിയാണ് നമുക്ക് എന്താ പറയുക, ഓരോന്ന് സൈഡ് എഫക്ട്സ് നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രത്യേകം പറഞ്ഞത്. നെഗറ്റീവ് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തൊളി ഉണ്ടാക്കും എന്നുള്ളതാണ്, ചള്ളം കുത്തും എന്നുള്ളതാണ്. അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് മാറ്റി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറിയാണ് എനിക്ക് ഇച്ചിരി പറമ്പുള്ളത്, അങ്ങോട്ടാണ് ഞാനങ്ങ് വിട്ടേക്കുന്നത്. മുറ്റത്തൊക്കെ മാക്സിമം വരെ നിർത്തത്തില്ല. കാരണം അവിടെ നിന്നാൽ അവർ എന്താ പറയുക, നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമായാലും എന്തെങ്കിലും കിടക്കുവാണെങ്കിൽ അവരതവിടെ കുളമാക്കി തരും. അതാണ് താറാവ് വളത്തിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ എനിക്ക് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിനൊന്നും അസുഖം ഒക്കെ വരുന്നതും കുറവായിട്ടാണ്. എനിക്കിതുവരെ വന്നിട്ട് എൻ്റെ കോഴിക്കൊന്നും ഒരു അസുഖം വന്നിട്ടില്ല. 1-2 കീരി പിടിച്ചുകൊണ്ട് പോയ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പറമ്പിൽ കീരി ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ കീരിയൊക്കെ ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഇത് കോഴിയെപ്പോലെ പെട്ടെന്ന് അങ്ങ് ഓടി ഇതാവത്തില്ല. അപ്പോൾ 1-2 പോയി 3ാമത് പിടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെ ആ എണ്ണം കുറയുന്നതിൻ്റെ കാര്യം മനസ്സിലായത്, കീരി പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ടർക്കി ഇറക്കി. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കീരിയെ കണ്ടാൽ ടർക്കി കോഴികൾ ബഹളം വെക്കും. അപ്പം നമ്മൾ അറിയുകയും ചെയ്യും, ഇതിനെ കൊത്തി ഓടിക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രശ്നവുമില്ല. അപ്പം അതല്ലാതെ ഒരു നെഗറ്റീവായിട്ട് താറാവ് വളത്തിൽ തോന്നിയിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും വീട്ടിൽ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ താറാവ്. കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ 8 രൂപയായി. ഇപ്പോഴത്തെ നമ്മൾ റേറ്റ് വെച്ച് 8 രൂപയാണെങ്കിൽ ഒരു താറാമുട്ടയ്ക്ക് 12 രൂപ വിലയുണ്ട്. അത്രയും വ്യത്യാസമുണ്ട്. ഒരു മുട്ടയിൽ തന്നെ നമുക്ക് അതിൻ്റെ റേറ്റിൽ തന്നെ അത്രയും വ്യത്യാസം വരും. പിന്നെ പൂവനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുട്ട അട വെച്ച്, താറാവ് ആട ഇരിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ മണിത്താറാവ് ഞാൻ കാണിച്ചില്ലായിരുന്നോ, മണിത്താറാവ് ആട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് താറാമുട്ട നാടൻ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് വിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനെ ഇണക്കി വളർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയാമോ, ഇത് നമ്മളെ കൂടെ തന്നെ നിൽക്കും. നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരും. ഇപ്പോൾ അഴിച്ചു വിട്ടാലും കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കൂട്ടിക്കയറിക്കോളും. പിന്നെ കോഴികളൊക്കെ നമ്മുടെ കൂടെ ബാബ വിളിച്ചാൽ വരുന്ന സംഭവം. പക്ഷേ അതിനേക്കാളും അനുസരണയാണ് താറാവിനെ. ഇത് ഞങ്ങൾ കുഞ്ഞിലേ കൊണ്ടുവന്ന്, ഞാൻ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ താറാവിനെ. കുട്ടനാട്ടിൽ നിന്ന് എത്ര മാസം, 2.5 മാസം പ്രായമുള്ള, 2-3 മാസം ആ റേഞ്ച് പ്രായമുള്ള താറാവ് കുഞ്ഞിനെ നമ്മൾ വരുത്തിക്കുമായിരുന്നു. ഇപ്പം കുറച്ചെണ്ണത്തിനെയൊക്കെ അട വെച്ചൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. മണിത്താറാവിനെയും താറാവിനെയും ഒക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ ഒരുമിച്ച് വാങ്ങിക്കുക ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്നോണ്ടാണെന്നറിയാം ഇനി പരിസരങ്ങളിലെല്ലാം ആണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നോളും. അങ്ങനെ കോഴി പിന്നെയും മതിരിയാടി ഓടുകയും വെള്ളം ചെയ്യും. പക്ഷേ താറാവിനെ കൊണ്ട് അങ്ങനെ യാതൊരു ശല്യമില്ല കേട്ടോ. ഒരു നിരുപദ്രവകാരിയായ ഒരു പക്ഷിയാണ് കേട്ടോ നമ്മുടെ താറാവ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വശം അറിഞ്ഞാൽ അപ്പോൾ അതിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ പോലത്തെ അവസ്ഥയൊന്നും ആർക്ക് വരരുത്. ഒരു ഐഡിയ ഇല്ലാതിരുന്നിട്ട് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കിട്ടിയ ഓരോ അനുഭവം കൊണ്ട് ഓരോന്ന് മാറ്റിക്കൊണ്ട് വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാൻ എൻ്റെ അടുത്ത് ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഫാമിംഗ് അല്ലെങ്കിൽ കൃഷി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.